നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എങ്ങനെയൊക്കെ ഇരിക്കുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കണോ? ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ യൂട്യൂബ് ഫാമിലിയിൽ ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒത്തിരി നല്ല മനുഷ്യരെ ഇങ്ങനെ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ 5 വർഷം മുമ്പ് തുടങ്ങിയൊരു ജേർണിയാണ് യൂട്യൂബ് ജേർണി. ഇന്ന് തിരിഞ്ഞു നോക്കി ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. യൂട്യൂബ് എന്ന് പറഞ്ഞൊരു അബണ്ടൻസിൻ്റെ സ്ഥലമാണ്. അവിടെ ഉള്ള ഒരാൾക്കും ലൈഫിൽ ഒരു കുറവില്ല. അത്രയും സമൃദ്ധമായിട്ട് ഇങ്ങനെ തന്നെ ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാനിങ്ങനെ ഈ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതും കേട്ടോ. എന്താണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്നൊന്ന് പറഞ്ഞേ, എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നമ്മളുടെ ഒരു അച്ചീവ് ആവണ ഒരു പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു 5 വർഷം മുമ്പ് പല മാനിഫെസ്റ്റേഷൻസും ഓരോ ദിവസം ഇങ്ങനെ തച്ചിന് കുത്തിയിരുന്ന് എഴുതുന്ന ഒരാളാണ് കേട്ടോ. എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത്രയും ബുക്കുകൾ തീർന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ എഴുതിയിട്ട്. കാര്യം ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതും കേട്ടോ. എഴുതുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, ഒരു ഏഞ്ചൽ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രപഞ്ചത്തെ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തെ ഒത്തിരി പൂർണ്ണമായിട്ടും ദൈവത്തിന് സറണ്ടർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം പ്രതിസന്ധികൾ മാത്രമുള്ള ഒരു ലൈഫായിരുന്നു ഈ 32 വർഷം തിരിഞ്ഞു നോക്കിയാൽ. ജീവിതം അടിപൊളിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നു. കാര്യം എന്താ പറയുമോ, ഓരോ ദിവസവും അത്രയും മാജിക്കലായിട്ടുള്ള ലിവിങ് ആണ്. ചലഞ്ചസിൻ്റെ ഒരു യാത്രയായിരുന്നു എൻ്റെ ജീവിതം. ഇന്ന് തിരിഞ്ഞു നോക്കിയാലും ആ ഒരു ജീവിതത്തിൽ ദൈവം മാത്രം കൂടെ ഉണ്ടായതുകൊണ്ടേ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒറ്റ ആളും സഹായത്തിനുണ്ടായിരുന്നില്ല. ദൈവം പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരിക്കൽ പോലും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. കാര്യം ഈ ദൈവത്തെ നമ്മൾ കൂട്ടുപിടിച്ചുള്ളൊരു ഗുണം തന്നറിയാമോ, മനുഷ്യരെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ചതിയന്മാരായിട്ടുള്ള മനുഷ്യർ ഇഷ്ടം പോലെ ലോകത്തുണ്ട്. പക്ഷെ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ, നമ്മളുടെ സോൾ അത്രയും പ്യുവർ ആണെങ്കിൽ, നമ്മളുടെ ഇൻറ്റൻഷൻ അത്രയും മാജിക്കലായിട്ടുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളില്ലേ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് വിട്ടാലുണ്ടല്ലോ, അത് 100 ഇരട്ടിയായിട്ട് 1000 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാര്യം 19 വയസ്സിൽ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലുണ്ടല്ലോ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം തുടങ്ങിയത് ഞാൻ, ഒരു എൻ്റർപ്രണറായിട്ട് തുടങ്ങിയത് ഞാനാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ ദൈവം വാരിക്കോരി തന്നിട്ടുണ്ട്. എന്തോരം തന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്ര അധികം തന്നിട്ടുണ്ട്. സമൃദ്ധി തന്നെയാണ് ജീവിക്കണേ. അത്രയും നല്ലൊരു ജീവിതം തന്ന ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാര്യം ഈ ജീവിതകാലം മുഴുവൻ ഞാൻ വർക്ക് ചെയ്താൽ പോലും ദൈവത്തിൻ്റെ കടം എനിക്ക് തീർക്കാൻ പറ്റില്ല. കാര്യം അത്രയും നിറവിലാണ് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കണേ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തോട് എങ്ങനെ നന്ദി പറയും എനിക്കറിയില്ല. കാര്യം അത്രയും നല്ല നല്ല മനുഷ്യരെ എൻ്റെ ജീവിതത്തിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ജീവിതം അത്രയും ഒരു റിയൽ ഒരു ദൈവത്തിനുള്ള ഒരു ടെസ്റ്റിമോണിയാക്കി മാറ്റിയതാരാന്നറിയാമോ? ഈ യൂട്യൂബാണ്. കാര്യം ഈ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഇടുമ്പോഴേ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി മനുഷ്യർക്ക് ഈ വീഡിയോസൊക്കെ, അദ്ദേഹത്തിന് വലിയൊരു ബ്രോഡ്കാസ്റ്റ് ഉള്ളത്. കാര്യം എന്താ, ഞങ്ങളൊരു 32 വർഷമായിട്ട് കച്ചവടം ചെയ്യണേ. അപ്പോൾ കച്ചവടം ചെയ്ത എത്ര ലക്ഷം ആൾക്കാരെ സെർവ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. കാര്യം എനിക്ക് ഒരു കണക്കുമില്ല. പിന്നെ ഒരു കണക്കിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ലൈഫിൽ ഒത്തിരി അധികം പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. എൻ്റെ കാശ് തട്ടിച്ചുകൊണ്ട് പോയ ആൾക്കാർ കേരളത്തിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ തട്ടിച്ചവരെക്കാൾ അഭിമാനത്തോടെ ശക്തിയോടെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ഒരിക്കൽ പോലും ദൈവം എന്നെ ഒരു കഷ്ടപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ അത്രയും സപ്പോർട്ടുള്ളത് കൊണ്ട് ലൈഫ് മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്നറിയാമോ? മാനിഫെസ്റ്റേഷൻസ് ആണ്. ഞാൻ എപ്പോഴും ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഞാൻ എഴുതും. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ പ്രയർ റൂമിൽ പോവും, എൻ്റെ ഈശോയുടെ മുമ്പിൽ ഒരു മെഴുതിരിയൊക്കെ കത്തിക്കും, ചന്ദനത്തിരിയൊക്കെ കത്തിക്കും, ഒരു പൂവൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു പ്രാർത്ഥനയായിട്ടാണ് അത്. ആ ഒരു പ്രാർത്ഥനയായിട്ട് വന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ, അത് സ്വർഗത്തിന് കൊടുക്കണ പോലെയാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുക ചെയ്യണേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്തെന്നറിയാമോ, നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പം അദൃശ്യമായിരിക്കാം, അദൃശ്യമായിട്ടിരിക്കേണ്ട കാര്യമാണ്, ദൃശ്യമായിട്ടില്ല. പക്ഷെ ആ ദൃശ്യമാവാത്ത കാര്യത്തെ കാണാൻ ധൈര്യത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എനിക്കത് കിട്ടും, 100% കിട്ടും എന്നുള്ള ഉറപ്പിൽ അത് റിസീവ് ചെയ്യാനുള്ളൊരു മോഡില്ലേ, വെറും കൈയോടെ ഉള്ളിൽ നന്മയും
ഒരു ഹൃദയത്തിൽ ശരിക്കും ശുദ്ധിയുള്ളൊരു മനുഷ്യനുണ്ടല്ലോ, വിശ്വാസത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാനിഫെസ്റ്റേഷനും റിയാലിറ്റി ആവും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ 369 ഓരോരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടൊക്കെ വന്ന് പറയാറുണ്ട്. താഴെ വന്നിട്ട് ആൾക്കാർ നന്നായിട്ട് പുച്ഛിക്കാറുണ്ട്. തള്ളേ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു പണിയില്ല കേട്ടോ. നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെ പറയാം, ഒരു പണിയില്ലാതെ ഇരിക്കണേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ജീവിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കെന്നറിയാമോ? ഹൃദയശുദ്ധിയുള്ളവർക്കും വിശ്വസിക്കുന്നവർക്കും മാത്രമാണ് ജീവിതമുള്ളത്. അപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതെ അവൻ്റെ മനസ്സിൽ ദുഷ്ടതയും ചിന്ത മാത്രമാണ് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവനൊരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല. കാര്യം എന്താ? നമ്മൾ ഉള്ളിലിടുന്ന വിത്താണ് നമ്മൾ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പം നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? വളരെ ഫർട്ടൈലായിട്ടുള്ള ലാൻഡാണ്. ആ ലാൻഡിലേക്ക് നമ്മൾ എടുക്കുന്ന ഓരോ ചിന്തയും റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത എന്താണ്? ഒന്ന് കമൻ്റ് എഴുതാൻ പറ്റുമോ? കാര്യം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഭൂതകാലത്തിലുള്ള മാലിന്യങ്ങളും പേറി ജീവിക്കുവാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ വിശ്വസിക്കണം. ഭൂതകാലത്തിൽ നമ്മളെ ദ്രോഹിച്ച ഒത്തിരി ആൾക്കാരുണ്ടാവും. കാര്യം എന്താ? ഈ ലോകത്തിൽ കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ കള്ളന്മാരുടെ അടുത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് നരകമാണ്. പക്ഷേ നമ്മളുടെ വൈബ്രേഷൻ ഉയർത്തുകയും നമ്മൾ ഹൈ എനർജി ഉള്ള ലെവലിലേക്ക് നമ്മൾ ആ ഡിവൈൻ ലൈറ്റിലേക്ക് ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ കള്ളന്മാർ പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തൂല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയാണ്. പക്ഷെ വിശ്വസിക്കണം. വിശ്വസിച്ച് എഴുതണ ഏതൊരു ആളുടെ ഏത് കാര്യവും നടക്കാതിരുന്നിട്ടില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാന്നറിയാമോ? ഷീജ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം നിങ്ങൾ ChatGPT പോയിട്ട് ലൈഫ് കോച്ച് ഷീജ എന്നുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ലൈഫ് കോച്ച് എന്നുകൊണ്ട് ഷീജ ജിമൻ വരും. സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മാജിക്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനും വിശ്വസിച്ച് എന്ത് ചെയ്താലും അത് ചെയ്തിട്ട് ഒരു ചെറിയ പ്രവൃത്തി ചെയ്താൽ തന്നെ അതിൽ ഉറപ്പായിട്ടും 100 ഇരട്ടി 1000 ഇരട്ടി അത്രയും നമ്മൾക്ക് പ്രതിഫലം വരും. അപ്പോൾ ആ പ്രതിഫലത്തിൽ നോക്കിയിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന കഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലിയോട് ഞാൻ പറഞ്ഞതെന്നറിയുമോ, നാളെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് പറ്റുന്ന ടെക്നിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പേജിൽ ഉറപ്പായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. കാര്യം എന്താണ്? ക്ഷമയുള്ളവനും നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവനും മാത്രമാണ് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കങ്ങനെ ഒരു ക്ഷമയുണ്ട്, നാളെ നിങ്ങൾ ഈ ഒരു സ്പേസിൽ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിക്കാം, നിങ്ങളുടെ ജീവിതം മാറ്റാം. കാര്യം നാളെ ഞാൻ പഠിപ്പിക്കാൻ പോണ ടെക്നിക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിലെ മാജിക് ആയിരിക്കും. അപ്പോൾ എത്ര പേർക്ക് ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഗോള് നിങ്ങൾ എഴുതുക. എല്ലാ ആൾക്കാരും വന്ന് ഗോൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആ സീക്രട്ട് ഞാൻ നാളെ റിലീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാര്യം എന്താ? ഓരോ വാക്കും റിയാലിറ്റി ആവുന്നുണ്ട്. നല്ല നല്ല വാക്കുകൾ ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ജീവിതം വളരെ നല്ലതായിട്ട് മാറും. പക്ഷെ മോശം വാക്കിട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബലം നിങ്ങൾ തന്നെ കൊയ്യും. അപ്പം നമ്മൾ വിതയ്ക്കാത്തൊന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. അപ്പോൾ ഓരോ വിത്തിടുമ്പോഴും ജീവിതത്തെ ആലോചിക്കണം. വിചാരങ്ങളാണ് വാക്കുകളാവുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളാവുന്നത്, പ്രവൃത്തികളാണ് പെരുമാറ്റമാവുന്നത്, പെരുമാറ്റമാണ് സ്വഭാവമാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പാഴാക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, വാക്ക്. അപ്പോൾ ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരാൾക്കും ഗുണം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താണെന്നറിയുമോ? ഓരോ ടീച്ചേഴ്സും ലോകത്തിന് കൊടുക്കുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം കെടുത്താൻ എളുപ്പമാണ്. പക്ഷേ ആ ഒരു വെളിച്ചം ഹൃദയത്തിലേക്ക് എടുക്കണവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കാണ് പോണത്. അപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ 3 വർഷക്കാലം 25,000 പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഫീസ് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവത്തിനുള്ള ഒരു സമർപ്പണമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും സ്റ്റുഡൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഗുണം തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചം തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താ അറിയാമോ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും, ഇപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ മാസം എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് പോയത് 33 ലക്ഷം അക്കൗണ്ടിലാണ്. അത്രയധികം അക്കൗണ്ടുകളിൽ ഓരോ മാസം പോകാൻ പറ്റുന്നത് ദൈവം തന്നെ അത്ഭുതമാണ്. അപ്പോൾ ദൈവത്തിന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന്, സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്കൊരിക്കലും എന്താണ് നന്ദിയോടെ അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.